ഇതാണ് റെഡ് ലേഡി. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എനിക്ക് കൊപ്പക്കായ തിന്നാനായിട്ട് കൊതിയായി, അതായത് പപ്പായ കഴിക്കാൻ കൊതിയായി. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പപ്പായ വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു, പപ്പായ എന്തിനാ വാങ്ങണേ, അതിനേക്കാളും നല്ലതല്ലേ കൊപ്പമരം വാങ്ങി നടണമെന്ന്. അങ്ങനെയാണെങ്കിൽ കൊപ്പക്കായ എന്തോരം വേണമെങ്കിലും പറിച്ച് തിന്നാന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിൽ ഒരു ചേച്ചി കൊപ്പക്കായ മരത്തുമെന്ന് പറിച്ച് തിന്നണത് കണ്ടു. അപ്പം എനിക്കൊരാഗ്രഹം വന്നു കൊപ്പക്കായ വാങ്ങാനായിട്ട്. അങ്ങനെ ഞങ്ങൾ മണ്ണുത്തിയിൽ പോയിട്ട് എൻ്റെ റെഡ് ലേഡി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനി വളർന്ന് പന്തലിച്ചിട്ട് ഇതിൽ നിന്നും കൊപ്പക്കായ തിന്നണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്കല്ലേ അപ്പൊ നമ്മുടെ ഫസ്റ്റ് സാധനം അബിയു. അപ്പൊ 2 നട്ടു. ഇനി നമ്മുടെ റെഡ് ലേഡിയാണ് നടാൻ പോണത്. 2 നട്ടു വയ്യാണ്ടേ കിതച്ചു. കാലത്തന്നെ ഉറക്കത്തിൽ നിന്നിട്ട് നേരെ ഞങ്ങൾ തൈ നടാനുള്ള ദൗത്യത്തിക്കാണ് കേട്ടോ കടന്നത്. കാരണം ഇനിയും അത് വെച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അത് വാടിക്ക് പോട്ടാ. ഒരു ഉപകാരം ഇല്ലാണ്ട് കുറേ കപ്പ തൈകൾ നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അത്യാവശ്യം വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എടുക്കണ ഈ തൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബിയു തൈയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഈ തൈകളൊക്കെ തന്നെയും അതിൽ നിന്ന് എടുത്തിട്ട് പറിച്ച് നടാനായിട്ട് വലിയൊരു ടാസ്ക് ആണ് കേട്ടോ. നല്ല പാടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു കവർ ഇങ്ങനെ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ വേരിനൊന്നും സംഭവിക്കാണ്ട് വേണം അത് എടുക്കണമെന്നുണ്ടെങ്കിൽ. ആദ്യം തന്നെ നമ്മൾ അതിൽ കുറച്ച് ചാണകമാണ് ഇട്ട് കൊടുക്കണത്. ഉണങ്ങിയ ചാണകം ഇട്ട് കൊടുത്തിട്ടാണ് അതിൻ്റെ മേളിലെ മണ്ണിട്ടിട്ട് നമ്മൾ ഈ തൈകൾ നടാം. എനിക്കാണെങ്കിൽ ചെടിയൊക്കെ നട്ടിട്ട് വെള്ളം ഒഴിക്കാന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ 2ാമത് നട്ടത് അൽഫോൻസയാണ് കേട്ടോ. ബഡ് ചെയ്തിട്ടുള്ള അൽഫോൻസ മാങ്കോടെ തൈ തന്നെ കേട്ടോ നമ്മൾ നടണത്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റെഡ് ലേഡി പപ്പായ കേട്ടോ നടണത്. ഒരു 3 മാസമൊക്കെ കൊണ്ട് തന്നെ പപ്പായ ഉണ്ടാവുന്നതാണ് കേട്ടോ അവർ പറഞ്ഞത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകളിൽ ഒരു ഫ്രൂട്ടാണ് കേട്ടോ പപ്പായ എന്ന് പറയുന്നത്. വെക്കാൻ പോവുകയാണ്. പേരാട്ടാ, വെറും പേരല്ല, കിൻഡൽ കണക്കിന് പേര്. അത് കഴിഞ്ഞ് അവക്കാഡോ കേട്ടോ നടാന്ന് വിചാരിച്ചത്. നമ്മൾ നടാൻ പോകുന്നത് കൊടപ്പുളി ഉണ്ടായി തുടങ്ങിട്ടാ. അവക്കാഡോ ആണെങ്കിൽ നല്ല ഹൈറ്റിൽ പോണ കാരണം ഞങ്ങള് കുറച്ചങ്ങോട്ട് നീക്കണ കേട്ടാ വെച്ചത് വീടിനോട് ചേർന്നല്ലാണ്ട്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടാ, ഇതൊക്കെ നട്ട് കഴിയുമ്പോൾ കിട്ടണ ഒരു സന്തോഷം സമാധാനം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാട്ടാ. ഇനി ഇത് ഉണ്ടാവണ വരെയുള്ള ഒരു കാത്തിരിപ്പാണ് കേട്ടാ നമുക്ക്. എല്ലാം നട്ടാൽ മാത്രം പോരാട്ടാ, നന്നായിട്ട് നനയ്ക്കാൻ വേണം. എന്നാൽ മാത്രമേ നമുക്ക് അതുപോലെയുള്ള തിരിച്ചൊരു ഫ്രൂട്ടുകൾ ഉണ്ടാവുള്ളൂ.